ദ കംപ്ലീറ്റ് ക്യൂസിൻ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്, അഥവാ ബിൻഡി ഫ്രൈ. നമുക്കത് ചോറിനും പിന്നെ സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ആണ്. നമ്മൾ സാധാരണ ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെയൊക്കെ തന്നെ, പക്ഷേ നല്ല ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. നല്ല ഈസിയാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് നല്ല ചള്ള വെണ്ടയ്ക്കാണ് കേട്ടോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കത് കടിക്കുമ്പോൾ സുഖം ഉണ്ടാവില്ലല്ലോ. അത് കാരണം കൊണ്ട് കുറച്ച് നല്ല ചള്ള വെണ്ടയ്ക്ക വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല കറുമുറ ഒരു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെണ്ടയ്ക്ക വേണം. അപ്പോൾ ഞാൻ കഴുകി തുടച്ച് എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വലിയ ചള്ള വെണ്ടയ്ക്ക എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യില്ലേ, അതേ വലുപ്പത്തിലാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നീളനായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ബജ്ജിക്കൊക്കെ എടുക്കണ പോലെ എടുക്കണമെങ്കിൽ എടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനി നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ കുരുവും പിന്നെ ഈ വൈറ്റ് കളർ കളയണമെങ്കിൽ കളയാം കേട്ടോ. അപ്പോൾ വലിയ കുരുകളൊക്കെ ആകുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല, അപ്പോൾ അത് കളയേണ്ടതായിരിക്കും നല്ലത്. പിന്നെ ഈ വൈറ്റ് കളറിലാണ് ശരിക്കും ആ വഴുവഴുപ്പ് ഉണ്ടാവില്ലേ, ഈ വെണ്ടയ്ക്കൊക്കെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ലേ, അത് ഈ വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അതും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് അങ്ങനെ കട്ട് ചെയ്യണില്ല, ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സീഡ് മാത്രമാണ് ഞാനിപ്പോൾ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ സൈഡൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും വലിയ സൈഡൊക്കെ കഴിയുന്നതും ഒഴിവാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവ് യൂസ് ചെയ്യുന്നുണ്ട്. കടലമാവ് അല്ലെങ്കിൽ മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കടലമാവാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ചേർത്തുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കറു മുറുന്നനിരിക്കും. അല്ലെങ്കിൽ കോൺഫ്ലവർ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാൻ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയും വേണം. ഞാനിത് മറന്നുപോയി ആക്ച്വലി ഇപ്പോൾ ഇടാനായിട്ട്, ഞാൻ അതിന് ശേഷമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ഇട്ടോളൂ, ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാതും ഒന്ന് മിക്സ് ആവുകയും ചെയ്യും. നമുക്കിനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ സൈഡിലേക്കും ഉള്ളിലേക്കും ഒക്കെ നന്നായിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഒരു നനവൊന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്നത് ആ പൊടികളൊന്ന് നനച്ചെടുക്കണം മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് ഗോപിയുടെ ഒക്കെ പോലെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള മസാല വേണമെങ്കിൽ കുറച്ചും കൂടിയും പൊടികളും പിന്നെ കുറച്ചും കൂടി നനവിലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഈ വെണ്ടയ്ക്ക് ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ നനയുമ്പോൾ ആ വഴുവഴുപ്പ് ഇങ്ങനെ വരും. അത് കാരണം കൊണ്ടാണ് ഈ ഒരു കുറച്ചൊന്ന് തെളിച്ച് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളൂ. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോട്ടായി നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗരം മസാല ഇടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഗരം മസാല ഇടേണ്ട കാര്യം ഓർമ്മ വന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിരുന്നെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരുന്നു. പിന്നെ ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല മാത്രം ഇട്ടാലും മതി കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. പക്ഷേ ഇങ്ങനെ പ്ലെയിനായിട്ട് ഫ്രൈ ചേർക്കുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വറുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. നാടൻ സിമ്പിളായിട്ട് ഒരു ഫ്രൈ ആണല്ലോ, അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിനി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ ഓവറായിട്ട് മസാല ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാത്ത കാരണം കൊണ്ട് തന്നെ ഈ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ, നല്ല ക്രിസ്പി ആയിരിക്കും. ഇപ്പോൾ ബജ്ജിക്കൊക്കെ പോലെ അങ്ങനെ കോട്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കമ്മൽ അധികം എണ്ണ പറ്റില്ല. അപ്പോൾ അത് കുറച്ചിങ്ങനെ തളർന്ന് ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചോറിനായാലും നമുക്ക് സ്നാക്ക് വേണമെങ്കിൽ സ്നാക്കായിട്ടായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ എരിവൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് വേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ഓരോ സൈഡ് ഇങ്ങനെ കുറച്ച് എണ്ണയെല്ലാം ഞാൻ വറുത്തെടുക്കണത്. അപ്പോൾ കാരണം കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടും ഇതാക്കിയിട്ടൊക്കെ വറുത്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബോൾ ബട്ടൺ ഞെക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.